റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളല്ലേ പഠിപ്പിച്ചത്, അമഅല്ലം തനി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമെന്ന് തങ്ങളല്ലേ പറഞ്ഞത് നബിയേ, നബിയേ, നബിയേ. അതുകൊണ്ട് റബ്ബിന്റെ കോർട്ടിൽ എന്നെ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി നബിയേ. അതുകൊണ്ടാണ് പെണ്ണിന്റെ വീട്ടിലുള്ള ആർഭാടങ്ങൾ കണ്ടപ്പോ ഞാൻ ഇറങ്ങി വന്നുകൊണ്ട് പള്ളിയിൽ ഉറങ്ങിയതെന്ന് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ കുടുംബത്തെ വിളിച്ച് ഉപദേശിച്ചുവെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പഴയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയാ. കൂടുതൽ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട. ആഖിറം ചോദിച്ചോളൂ എത്ര വേണമെങ്കിലും. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണം. അത് വേണ്ടതല്ല. നമുക്കൊരു വീട്, നമുക്കൊരു വാഹനം, നമുക്കൊരു നല്ലൊരു ഭാര്യ, ഇതൊക്കെ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയവൻ അവൻ ദുനിയാവ് ഒരുമിച്ച് കൂട്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്നന്ന് കഴിഞ്ഞു പോലുള്ള ചുറ്റുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി. ഖൈറാൻ, അൽഹംദുലില്ലാഹ്, അത് നിലനിൽക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ അല്ലാഹുമ്മ ജഅൽ നിഅമതന ദായിമ വ ദൗലതന ഖായിമ, അല്ലാഹുവേ എനിക്ക് കിട്ടിയ നിഅമത്ത് നീ നിത്യമാക്കണേ എന്ന് ദുആരന്ന് കൂടിക്കൊള്ളി. അതൊക്കെ വേണ്ടത് തന്നെയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹു ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ തരണം, ആഖിറത്തിൽ നന്മ തരണം. ദുനിയാവിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരരുത്. അത് വേണ്ടത് തന്നെയാണ്. ഒരാൾക്ക് വീടായി, അയാൾക്ക് തന്നെ ഒരു വാഹനമായി, അയാൾക്ക് നല്ലൊരു ഭാര്യയായി, അയാൾക്ക് നല്ലൊരു ജോലിയുണ്ട്. ആ ജോലി ചിലപ്പോൾ എപ്പോഴും നിൽക്കാം. അതുകൊണ്ട് അയാൾ ഒരു കടമുറി എടുത്തു, ഒരു ചെറിയൊരു കടമുറി എടുത്തു. എന്തിനു വേണ്ടിയാണ്? വാടകയ്ക്ക് വേണ്ടി. അതും നല്ലതാണ്. കാരണം എപ്പോഴും നിലനിൽക്കൂല. മക്കൾ വലുതായാലും ഒരുപക്ഷെ നമ്മൾ റെഡി ആയിക്കോണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവാം. അതൊക്കെ ഒരു ജീവിത ചുറ്റുപാടാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പിന്നെയും പിന്നെ കോടിപതികളാകാൻ വേണ്ടി എനിക്ക് അങ്ങനെ ആകണം, ഇന്ന മുതലാളിയെ പോലെ ആകണം, ആ ചിന്ത വേണ്ട. അത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നാശത്തിലേക്കാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് ഈ പറയുന്നത്. അല്ലാതെ വീട് വേണ്ടെന്നോ വാഹനം വേണ്ടെന്നോ ഇതൊന്നും വേണ്ടെന്നൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ജീവിത ചുറ്റുപാട്. ആ വീട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് 2 നിലയാണ് വേണ്ടത്, അയാളുടെ പ്രൗഢിയും തടച്ചോ വിഷയമൊന്നുമില്ല. അതിലൊന്നും ശറഅ എതിർത്തിട്ടില്ല. അയാളുടെ വീട്ടിൽ മക്കൾ അധികം ഉണ്ട്, 10 മക്കളാണ്. 10 മക്കൾക്കും 10 റൂം പണിത് കൊടുത്തു. അത് വിഷയമില്ല, അതൊക്കെ ചെയ്തോളി. സാമ്പത്തികമുള്ളവൻ അങ്ങനെ ചെയ്യണം. അതൊക്കെ വൃത്തിക്ക് നല്ല വൃത്തിക്ക് മെനക്കം ചെയ്തോളി, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ മക്കൾ പിഴയ്ക്കാൻ കാരണമാകരുത്. ചെറുപ്പത്തിൽ തന്നെ മക്കളെ കൊണ്ടുപോയി ഒരു റൂമിലേക്ക് കൊണ്ടുപോയി കയറ്റാനും പാടില്ല. അതൊക്കെ പിഴച്ചു പോകും. സയ്യിദുനാ റസൂലുള്ളാഹി. എത്രയോ വീട്ടുകാരുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ وعلموهن القرآن وعلموهن سورة النور. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ. സ്ത്രീകൾക്ക് അഥവാ കൊച്ചുമക്കൾക്ക് 8ൽ പഠിക്കുകയും 10ൽ പഠിക്കുകയും ചെയ്യുന്നതായ കൊച്ചു പെൺകുട്ടികൾക്ക് മാത്രമായി റൂം നിങ്ങൾ പണിയരുതേ, പണിയരുതേ. അഥവാ പണിതാൽ തന്നെ ആ റൂമിലേക്ക് മാത്രമായി കൊച്ചുകുട്ടികളെ പറഞ്ഞേക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം 8ൽ പഠിക്കുകയും 10ൽ പഠിക്കുകയും ചെയ്യുന്ന പൊന്നുമോള് തന്റെ വാപ്പ അതിന് വേണ്ടി പോകുമ്പോ ഉമ്മ പഴയങ്ങാടി വാക്കാമിന്റെ പരിസരത്ത് നടക്കുന്ന മതപ്രഭാഷണ വേദിയിലേക്ക് ഉമ്മ പോകുമ്പോ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ മൊബൈൽ ഫോൺ തന്റെ കാമുകരമായിട്ട് ചാറ്റിംഗ് നടത്തുന്ന പെണ്ണായിട്ട് അവൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1400 ആണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ പെൺമക്കളെ റൂമിൽ താമസിപ്പിക്കരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 21ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ പറഞ്ഞത് വ്യക്തമല്ലയോ? ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? കാണുന്നതല്ലേ? അപ്പ വിളിക്കുന്ന മോനെ വാതിന് വേണ്ടി പോകാം, ഉമ്മ വിളിക്കുന്ന മോളെ വാതിന് വേണ്ടി പോകാം. മക്കള് പറയുകയാണ് ഇല്ല ഉപ്പ, മക്കള് പറയുകയാണ് ഇല്ല ഉമ്മ. എന്റെ കൈവേദനയാണ്, എന്റെ കാലുവേദനയാണ്, എന്റെ പെടലി വേദനയാണ്, എനിക്കൊരുപാട് ഹോംവർക്ക് എഴുതാനുണ്ട്. വാപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ വാപ്പയും ഉമ്മയും അറിയാതെ തന്റെ കാമുകൻ വാങ്ങി തന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ തന്റെ പ്രിയപ്പെട്ട കാമുകൻ
കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്ന എത്രയോ മക്കളുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളവർക്ക് ഉസ്താദൊന്നുമില്ല അവിടെ എന്ന് കാലഘട്ടം പോയിരിക്കുന്നത് ഭയങ്കര. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പ്രവാസനത്തിന് വേണ്ടി പോയി. അവിടെ ഒരു പ്രവാസം നിങ്ങൾ ഇന്നും അന്വേഷിച്ചാൽ അറിയാം. എല്ലാ കൊല്ലവും ഈ കൊല്ലം അവിടെയാണ് ന്യൂ ഇയർ പ്രസംഗം അവിടെയാണുള്ളത്. കഴിഞ്ഞ കൊല്ലം എറണാകുളമായിരുന്നു. ആ പ്രഭാഷണ സദസ്സിൽ വെച്ചിട്ട് സ്ത്രീകൾക്കിടയിൽ പർദ്ദ ധരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷനെ പിടികൂടി അവന് നല്ല തട്ടുതട്ടി സംഘാടകര് പൊക്കിയെടുത്തിട്ട് പെരുമാറിയപ്പോ അവൻ പറയാണ്, കൊണ്ടുവന്നത് എന്റെ തൊട്ടിപ്പുറത്തിരുന്ന പെണ്ണാണ്, ഇന്ന വീട്ടിൽ, അവർക്കറിയാം വീട്, ഇന്ന വീട്ടിലൊരു പെണ്ണാണ് എന്നെ കൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മാടെ പർദ്ദയിട്ട് ഇട്ട് കൊടുത്ത് കാമുകര് എന്ന് പറയാം, നമുക്ക് ഇവിടെ ഇരുന്ന വാത് ഉമ്മ നിർമ്മതി, അവിടെ പെണ്ണുങ്ങൾ വീട്ടിലിരുത്തൂല, ഇവിടെ ഇരിക്കേണ്ട, വയ്യെങ്കിലും വാ വന്നു തന്നെ അവിടെ വന്നിരുന്ന അസുഖമൊക്കെ മാറുമെന്നും പറഞ്ഞ് പിടിച്ച്. അപ്പൊ എന്ത് ചെയ്തു, ഉമ്മാടെ ഒരു പർദ്ദ എടുത്തു ഷെയ്ഖുനെ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുക, ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുക. എവിടെ വാതിന്റെ സദസ്സിൽ രണ്ടുപേരും കൂടെ അതാണ് ബക്കറ്റ് വീര് കണ്ടു വന്നപ്പോ ഹയവാൻ ഇതോടെ കണ്ട് മാറ്റി നോക്കി. പിന്നെ മീശ കണ്ടുകൊണ്ടാണ് വെള്ളം പൊക്കിയത്. കാര്യമായിട്ട് സദക്ക ചെയ്തതാ. വെറുതെ പറഞ്ഞ കള്ളക്കഥയല്ലേ പറഞ്ഞ്. കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം നടന്ന സംഭവം. കഴിഞ്ഞൊരു മുമ്പത്തെ കൊടുങ്ങല്ലൂർ, അതായത് സ്ഥലം പറഞ്ഞു അഴീക്കോട് ചെട്ടി. ഭയങ്കര ആളാണ്, അതുകൊണ്ട് ആൾക്കിടയിൽ അറിയൂല. അവിടെ സ്ത്രീകളൊക്കെ ഇങ്ങനെ പോലെ ഉണ്ടാവും. കടപ്പുറം ഭാഗമാണ് പെണ്ണുങ്ങൾക്കിടയിൽ. ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കി, ആരേത് പ്രശ്നം പഠിക്കുന്ന പെൺകുട്ടി അവളുടെ കാമുകനെ കൊണ്ടുവന്ന് കൈക്ക് പിടിച്ച് റാഹത്തായിട്ട് ലഡുവൊക്കെ അടിച്ച് കടയിൽ നിന്ന് നല്ല ജിലേബിയൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക, ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കുക. വാതിന് അവിടെ വെച്ച് പിടികൂടിയാണ്. ചിന്തിച്ചു നോക്ക്, നമ്മുടെ മക്കൾ എവിടം വരെ എത്തിയെന്നുള്ളതാണ് ഈ പറയുന്നത്. മുസ്ലിം പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എവിടം വരെ എത്തി. അപ്പൊ വീട്ടിലിരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളോർക്കോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണാകട്ടെ, അവൾക്ക് സ്വർഗ്ഗം സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ സഹോദരിമാരുണ്ടെങ്കിൽ സന്തോഷിച്ചോളി. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയാൻ. ഭർത്താവ് ആഴ്ചയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോ, ഗൾഫിൽ നിന്ന് അവൻ അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് കുറഞ്ഞ പൈസയേ ഉള്ളൂ, മാസത്തിൽ 10,000 രൂപ, അല്ലെങ്കിൽ 15,000, അല്ലെങ്കിൽ 5,000. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയാൻ, റാഹത്തായ ഒരു ജീവിതം നയിക്കാൻ എങ്കിലൊക്കെ അവൾക്ക് സ്വർഗ്ഗം സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഉൻ മിനൽ ലവാതി ഫിൽ ജന്ന. 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ് സാബ. 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ് സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ആദ്യമായി പറയുന്നത്, ഇംറഅത്തുൻ നഫീഫ തഅയ്യത്തുൻ ലില്ലാഹി വലിസൗജിഹാ. സംസ്കാരമുള്ള പെണ്ണാണ്, പതിവ്രത കാത്ത് സംരക്ഷിക്കുന്ന പെണ്ണാണ്, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണ വെക്കുന്ന പെണ്ണാണ്. അവൾ തീർച്ചയായും സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പതിവ്രതത്വം കാത്തു സംരക്ഷിക്കുന്ന പെണ്ണ്, അല്ലാഹുവിനും അവന്റെ റസൂലും അനുസരണ വെക്കുന്ന പെണ്ണ്, അവിടെ സ്വർഗ്ഗത്തിൽ. എന്റെ സഹോദരിമാരെ ശ്രദ്ധിച്ചോളീൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഇംറഅത്തുൻ അഫീഫ ത്വായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടോ, അവൾ സ്വർഗ്ഗത്തിൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അവർക്ക് വളരെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെക്കാൾ സൗകര്യമാണ്. ജുമഅയ്ക്ക് പോകണ്ട, ജമാഅത്തിന് പോകണ്ട, ധർമ്മസമരത്തിന് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം വന്നാൽ ഒന്നും ഇറങ്ങണ്ട, ഒന്നും വേണ്ട, കൃത്യമായിട്ട് വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അസ്മാഉ ബിൻത് യസീദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അൻസാരി സ്ത്രീകളുടെ പ്രതിനിധിയായി കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് പരാതിപ്പെടുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാര് കൂലി കൊണ്ടുപോയി നബിയേ, വഗബർ റിജാൽ,
പുരുഷന്മാർ കൂലികൾ മുഴുവനും കൊണ്ടുപോയി നബിയേ, ഞങ്ങൾക്ക് ജുമുഅക്ക് വരാൻ പറ്റുന്നില്ല, ജമാഅത്തിന് വരാൻ സാധ്യമല്ല, ധർമ്മസമരത്തിന് ഞങ്ങളെ കൊണ്ടുപോകുമില്ല. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കും കൂലി കിട്ടണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പരാതിപ്പെട്ടപ്പോ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അസ്മാ ബിൻത് യസീദ് അൽ അൻസാരിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്മാ, പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിലെ 30 ദിനരാത്രങ്ങൾ ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് കൂടുകയും പകൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പലചറപ്പിന്റെ ദർബാറിലേക്ക് നിസ്കരിക്കുകയും ചെയ്യുന്നതായ ഏതൊരു പെണ്ണുണ്ടോ, സ്വന്തം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുണ്ടോ, നോമ്പ് പിടിക്കുന്ന പെണ്ണുണ്ടോ, കൃത്യമായി ഇബാദത്ത് എടുക്കുന്ന പെണ്ണുണ്ടോ, അവൾക്ക് തീർച്ചയായും സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടൊന്നും വേണ്ട, 5 വഖത്ത് നമസ്കാരം നിലനിർത്തി റമദാനിലെ നോമ്പ് പിടിച്ചു ഭർത്താവിനെയും കുടുംബത്തൊക്കെ ഒന്ന് നോക്കി പരിചരിച്ചു പോയാൽ അവൾക്ക് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി. ജുമാ ജമാഅത്തിന് നമുക്കല്ലേ വരേണ്ട, പുരുഷന്മാർക്കല്ലേ അല്ലേ? എന്തൊരു ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടിന് വരുന്നില്ലേ? പ്രായമുള്ള ആളുകൾ വരെ വരുന്നില്ലേ? ബാങ്ക് വിളിച്ചാൽ പുള്ളി വരുന്നില്ലേ? നിസ്കരിക്കുന്നില്ലേ? സ്ത്രീകൾക്ക് അത് വേണ്ട, അവർക്ക് ഇളവ് നൽകിയിരിക്കുക. നിങ്ങൾ വരണ്ട, വീട്ടിൽ നിസ്കരിച്ചോ, നിങ്ങൾക്ക് കൂലി, നിങ്ങൾക്ക് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കണം, നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മൾ നിസ്കാരം പാഴാക്കാൻ പാടില്ല, നിസ്കാരം പാഴാക്കാൻ പാടില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് ഒട്ടും പാടില്ല, വളരെ ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ പിറകെ പോയി നിസ്കാരം പാഴാക്കാൻ പാടില്ല. സഹാബിയായ ഒരു വ്യക്തി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിയായ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എന്റെ സഹോദരി മരണപ്പെട്ടു പോയി നബിയേ, എന്റെ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു പോയി. ആ സഹാബിയുടെ ജനാസ അല്ലാഹുവിന്റെ റസൂലിന്റെ കാർമ്മികത്വത്തിൽ അടക്കം ചെയ്യുകയാണ്. ഖബറടക്കിക്കൊണ്ട് സഹാബത്ത് മുഴുവനും പിരിഞ്ഞു പോകവേ ആ ആങ്ങളെയാകുന്ന സഹാബി വരെ ഖബറിന്റെ ചാരത്ത് കൊണ്ട് പൊട്ടിക്കരയുമ്പോ ഖബർ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതായി അനുഭവപ്പെടുകയാണ്. ഓടി വന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിതാ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. എന്താണ് അവൾ ചെയ്തത്? എന്ത് കുറ്റകൃത്യമാണ് അവൾ നടത്തിയത്? ഉമ്മ പറയുന്നവൾ നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു. പക്ഷേ ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന ഭാഗ മുഴങ്ങുമ്പോ അവൾ പറയുമായിരുന്നു അത്രേ, സൗഫാ വസൗഫാ. വെറുതെ ബാങ്കിനെ നിസ്സാരപ്പെടുത്തി വെറുതെ കുറച്ച് കഴിയട്ടെ, പിന്നീട് കഴിയട്ടെ എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല അവിടെ. പക്ഷെ ആ വാക്ക് അങ്ങനെ പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. നിസ്കരിക്കും പിന്നെ, എന്നാലും അങ്ങനെ പറയുമായിരുന്നു. ആ വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു. ചിന്തിക്കണം, നമസ്കാരം ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. ഖബറിൽ വലിയ ശിക്ഷയുണ്ടാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗീയ സ്ത്രീകളിലെ രണ്ടാമത്തെ വിഭാഗം ഇംറഅത്തുൻ, ഒരു പെണ്ണാണ്. വദൂദുൻ ഖാനിയത്തുൻ ബില്ലസീരി മാ സൗദിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളുണ്ടോ മുസ്ലിം മംഗമാരെ, ഉമ്മമാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇംറഅത്തുൻ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾ, അവൾ സ്വർഗ്ഗത്തിലെ സ്ത്രീകളിൽ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വദൂദുൻ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വല്ലാത്ത പ്രിയമുള്ളവളാണ്. ഖാനിയത്തുൻ ബില്ലസീരി മാ സൗദിഹാ, സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പാദ്യം ഉള്ളതുകൊണ്ട് സമൃദ്ധിയടയുന്ന ജീവിതം നയിക്കുന്ന പെണ്ണാണ്. അവൾ തീർച്ചയായും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? വലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. നിക്കാഹ് എന്തിനുള്ള സഹോദരങ്ങളെ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാഹിലൂടെ അർത്ഥമാക്കുന്നത് എന്താ? അതിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വാലിഹ്യങ്ങളാകുന്ന മക്കൾ ഈ ലോകത്തുണ്ടാവുക.
അപ്പൊ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കുട്ടിയെ കൂടി നമ്മൾ കാരണമായി ഈ ലോകത്തേക്ക് പടയ്ക്കപ്പെടുകയാണ്. അവിടെ ചിന്തിക്കണം, ശ്രദ്ധയോട്. അപ്പൊ ഒരു പെണ്ണ് സഹകരിക്കണം, ഭർത്താവിനോട് സഹകരിക്കുമ്പോൾ അതിലൂടെ ആ പെണ്ണിന് സ്വർഗം കിട്ടാൻ എന്താ കാരണം? ഒരുപാട് പ്രസവിക്കുന്നുണ്ട്, സ്വർഗം മുസ്ലിയാർ വന്ന് പ്രസവിച്ചിട്ട് പോയെന്ന് പറയണ്ട. എന്താ സംഭവം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലിന് ആ പെണ്ണ് കൂട്ടുനിന്നു. കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ സ്വന്തം കുടുംബങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, അല്ലേ? അറേഞ്ച്ഡ് മാരേജ്. അത് തന്നെ റബ്ബിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടത്തിൽ ഹലാലായ മാർഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിലൂടെ പടച്ചിറപ്പ് നമുക്ക് നൽകുന്ന കുട്ടി ആർക്ക് ഇബാദത്ത് ചെയ്യുന്ന കുട്ടിയാണ്? റബ്ബിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാകുന്ന ഒരു സൃഷ്ടിയെ കൂടി നീ കാരണമായി ഈ ലോകത്ത് പടക്കപ്പെടുകയാണ്. അവൻ ചെയ്യുന്ന സുജൂദും റുകൂഉം ഒക്കെ റബ്ബിന് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു മുസ്ലിമായ കുട്ടി ഈ ലോകത്ത് പടക്കപ്പെടാൻ നീ കാരണമായി എന്നതിന്റെ കാരണത്താൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം നൽകുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ധാരാളം പ്രസവിക്കാന്ന് പറയുന്നത്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വലിയ ഇഷ്ടാണ്. നമ്മുടെ മാതാക്കളിൽ പലരും ഉണ്ടാകും, ധാരാളം ആളുകൾ 10 പ്രസവിച്ചവരും 12 പ്രസവിച്ചവരും 8 പ്രസവിച്ചവരും 9 പ്രസവിച്ചവരൊക്കെ ഉണ്ടാവും, 5 പ്രസവിച്ചവരുണ്ടാകും, 3 പ്രസവിച്ചവരുണ്ടാവും. ചെറിയ ബുദ്ധിമുട്ടല്ല, അത് വലിയൊരു ത്യാഗമാണ്. അല്ലാഹുർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗ്ഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു പ്രസവമാണെങ്കിൽ നടത്തിയിട്ട് അവർക്ക് അല്ലാഹു ഖൈറായ സ്വർഗ്ഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, വിജയ അല്ലാഹു നൽകട്ടെ. പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് മാത്രമല്ല നബിക്ക് ഇഷ്ടം. എങ്ങനെ നബി ഇഷ്ടപ്പെടുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. അതിന്റെ ഇടയ്ക്ക് പറയുന്നത് ഒന്ന് ഉണർത്തി പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നബി തങ്ങൾ പറഞ്ഞതായി കാണാം, നാളെ മഹ്ശറിൽ ഓരോ പ്രവാചകന്മാരെയും അതത് സമുദായക്കാരെ പിന്നിലാക്കിക്കൊണ്ട് പടച്ചുറപ്പ് അല്ലാഹുവിന്റെ ദർബാറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. അന്ന് എന്റെ സമുദായം മറ്റുള്ള സമുദായക്കാരെക്കാൾ കൂടുതലായി കാണപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുടെ സമുദായം മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി നമ്മളിവിടെ തയ്യാറെടുത്തു നടത്തി. അതുകൊണ്ട് നബിതങ്ങളുടെ ഒരു മഹബ്ബത്ത് കൂടി ഇഷ്ടം കൂടി നിനക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് വലൂദുൻ, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. നാമൊന്നും നമുക്കൊന്നുള്ള അതൊന്നും പാടില്ല സഹോദരങ്ങളെ. പ്രസവം നിർത്തുന്ന സഹോദരിമാരുണ്ട്, ഖേദിക്കണം, വലിയ കുറ്റകരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു മരണ വീട്ടിൽ ചെന്നു. 2 കുട്ടികളാണ് അവിടെ മരണപ്പെട്ടത്. ദമാമിൽ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് മരണപ്പെട്ടു പോയതാണ്. ഗൾഫിൽ മരണപ്പെട്ടു പോയ 2 കുട്ടികളാണ്. മരണ വീട്ടിൽ ചെന്നവർക്ക് ആശ്വാസം പകർന്നു. അടുത്ത ആഴ്ച പിറ്റേ ആഴ്ച എന്നപ്പോഴും ആ ഉപ്പ ഭയങ്കര കരച്ചിലാണ്. ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം ഭയങ്കര വിഷമോ? ഞാൻ പറഞ്ഞു, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഏകിയാൽ ഇൻഷാ അല്ലാഹ് ഇനിയും മക്കളുണ്ടാവും, അല്ലാഹു തൗഫീഖ് തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ അത് നടക്കൂല, ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയ കൂട്ടത്തിലാണ്, നിർത്തിയതാണ്. ഈ 2 കുട്ടികളെ കൊണ്ട് മതിയാക്കിയതാണ്. നമുക്കുള്ളൊരു ധാരണയുണ്ട്, നമ്മുടെയൊക്കെ ചിന്താഗതി എന്താണെന്നറിയോ? നമ്മളാണ് ഈ ലോകം പടച്ചതും, നമ്മളാണ് മക്കൾക്ക് റൂഹ് കൂടിയതും, അവരുടെ ശരീരപ്രകൃതി നടത്തിക്കൊണ്ടുപോകുന്നതും, അവർക്ക് MBBS-ഉം എഞ്ചിനീയറിംഗ് കൊടുത്ത്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല ജോലിയിൽ അവരെ എത്തിച്ച്, അവർക്ക് കൊടുത്തത് മുഴുവൻ ഞാനാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഇടയിൽ വന്നുപോയി. അല്ല, ഇതൊക്കെ റബ്ബ് നടത്താണ്, നമ്മളൊരു നിമിത്തമാണ്, ഒരു കാരണക്കാരൻ മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കുരുന്നുകളെ വേഗം പിടിച്ചത്. 2 കൊച്ചുമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു. സഹോദരങ്ങളെ ചിന്തിക്കിൻ, സഹോദരിമാരെ ചിന്തിക്കിൻ. നമ്മളങ്ങ് പ്രസവം നിർത്തും, മക്കൾ ഉണ്ടാകുന്നു, മക്കള് അവർ വലുതാകും, അവർ എനിക്ക് വേണ്ടി ഭക്ഷണം വെച്ച് വിളമ്പുമെന്ന് മനസ്സിലാക്കി നീ കൊണ്ടുപോകുമ്പോ ഒരുപക്ഷെ ഈ 2 മക്കളും നിന്നെ തള്ളിപ്പറയുന്ന മക്കളായിരിക്കും. 3ാമത്തെ മകനുണ്ടായിരുന്നെങ്കിൽ അവനായിരിക്കും ഒരുപക്ഷെ ആലിമും ഹാഫിദും പണ്ഡിതനുമായി കടന്നു വന്ന് നിന്നെ പോറ്റുകയും നിന്നെ വളർത്തുകയും ചെയ്യുന്ന മകനായി അവനായിരിക്കും മാറാനുണ്ടാവുക. പക്ഷെ നീ അതിന് തടസ്സം നിന്ന പെണ്ണാണ്. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകാൻ നിനക്ക് തടസ്സമാണ്. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കേണ്ട വിഷയമാണ്. സഹോദരൻ പൊട്ടിക്കരഞ്ഞ് പറയാൻ ചിന്തിച്ചു നോക്ക്. പിന്നീട് അറിയപ്പെട്ട അദ്ദേഹം വേറെ വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് അറിയുന്നത്. കാരണം കുട്ടികളില്ല. അതുകൊണ്ട് സഹോദരിമാര് വളരെ ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിലൊന്നും വിഷമിക്കേണ്ട. നമ്മൾ
നമ്മളിവിടെ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തിയാൽ ആ പൂച്ചയ്ക്ക് ഒരു ദിവസം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിലും പൂച്ച പിറ്റേ ദിവസം റാഹത്തായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഉണ്ടാവും. ഒരു പനി ഉണ്ടാവൂല, ഒരു ചുമയുണ്ടാവും. അതെവിടെങ്കിലും അയൽവക്കത്ത് പോയിട്ട് മട്ടൻ അടിച്ചിട്ടെങ്കിലും അതവിടെ നിൽക്കും. കാരണം ആര് കൊടുക്കുന്ന? റബ്ബ് കൊടുക്കും. ഈ കണ്ട കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ ആരാ ആഹാരം കൊടുക്കുന്നത്? നമ്മൾ വല്ലതും കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഇപ്പൊ ഇതിലൊക്കെ പൂച്ച ഇങ്ങനെ ഓടി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വളർത്തുന്ന പൂച്ചകളാണ്. ഒന്നുമല്ല, അല്ലാത്ത എത്രയോ പൂച്ചകളുണ്ട്, എത്രയോ കാക്കയുണ്ട്, എത്രയോ മൃഗങ്ങളുണ്ട്, എത്ര ജന്തുജാലിക്കളുണ്ട്. നമുക്കെല്ലാം അറിയാം. നമുക്ക് പൂച്ചയും കാക്കയല്ലേ അറിയാവുള്ളൂ. ലോകത്തെ എന്തൊക്കെ വസ്തുക്കളുണ്ട്. നിനക്ക് ആരാ പോറ്റുന്നത്? അള്ളാഹു അല്ലേ. പിന്നെ നീ ഒരു മകനെ കൂടി പടയ്ക്കുമ്പോ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് നീ നിന്നെ പേടിക്കുന്നു? ഒരു പേടിയും വേണ്ട. റബ്ബ് നൽകാൻ. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകരുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചവൻ റാസിഖായ അല്ലാഹ്. ആർത്തിരമ്മി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുന്നവൻ ആ ജഗന്നിയന്താവാണ്, ആ പരിപാലകനത്രേ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് ലോകം അടക്കി ഭരിക്കുന്ന രാജാവല്ലേ ഞാൻ ഒരു ദിവസത്തെ ഫുഡ് എത്തിരിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ഒരു ദിവസം മുഴുവൻ ഞാൻ ഫുഡ് കൊടുക്കും. അല്ലാഹ് പറഞ്ഞു, പൊന്നുമോനെ കുടുങ്ങണ്ട, അതിന് നിൽക്കണ്ട, ആ പരിപാടിക്ക് വേണ്ട. ഇല്ല റബ്ബേ, എനിക്ക് കൊടുക്കണം, ഞാൻ രാജാവല്ലേ. വശയാത്വീന കുല്ല ബന്നാഇൻ വഖവാസ് വലിസുലൈമാന الريح عاصفا تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص. സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇത് കൊള്ളാമല്ലോ. ഉറക്കെ പറയും സുലൈമാൻ നബി. അങ്ങനെ അവിടെ പറയും. നിങ്ങൾ ഈ മങ്കൂസ് മൗലൂദി മാത്രമുള്ളല്ലോ കേൾക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചീരണി നോക്കിയിട്ട് അലൈഹിസ്സലാം ഇല്ലെന്ന്. ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങൊരു മടി അല്ലേ. അള്ളാഹു നമുക്ക് നാഫിയായിൽമ നൽകട്ടെ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കാറ്റിനെ അധീനപ്പെടുത്തി കൊടുക്കുന്ന ഖുർആനായി പറയുന്നത്. വലിസുലൈമാന الريح عاصفا تجري بأمره رخاء حيث أصاب. കാറ്റിനെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തു. ആ കാറ്റിന്റെ പുറത്തോട്ട് കേറി നിൽക്കും. ബിസ്മില്ലാ യാ അല്ലാഹ് ബിർറഹലാസ്. കല്ലുവാലം വരെ പോയിട്ട് വരാം. സെക്കൻഡിനുള്ളിൽ അവിടെ എത്തി. സെക്കൻഡിനുള്ളിൽ കാറ്റിന്റെ വേഗതയിലാണ് അത്. കാറ്റിനാണത്. കാറ്റൊരു പരവതാനിയായിട്ട് കൊടുത്തിരിക്കുക. അതിന്റെ മുകളിലോട്ട് കേറി നിൽക്കും. പോട്ടെ യാ അല്ലാഹ് മംഗലാപുരം വരെ പോയിട്ട് വരാം. സെക്കൻഡിനുള്ളിൽ അവിടെ എത്തി തിരിച്ചു വരും. കാര്യം നിർവഹിച്ചു. ഇങ്ങനെ ഉണ്ടായിരിക്കും. ഒരു വണ്ടി കിട്ടിയാൽ എന്ത് പറയുന്നു നിങ്ങളുടെ അവസ്ഥ? ഇപ്പൊ കിട്ടേണ്ടതാണത്. കാരണം ഇപ്പൊ റോഡൊക്കെ ഭയങ്കര റഷല്ലേ അല്ലേ. എല്ലാവരും ഇപ്പൊ ഹെലികോപ്റ്റർ എടുക്കണമെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും എണ്ണിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ. ഇപ്പൊ യൂസുഫ് അലി ഹെലികോപ്റ്ററിൽ പോകുന്നതിനായിട്ട് പലരും കൊതിക്കും, അല്ലാഹു ഇതുപോലെ കിട്ടണം. ഒക്കെ ഇതിനേക്കാൾ വലുത് അല്ലാഹു ആഖിറത്തിൽ തരും. എനിക്ക് അമൽ ചെയ്തോളാം. അവിടെയല്ലേ കാലാകാല ജീവിതം. ഇത് കഴിഞ്ഞു. ഇത് 30-40 ഉള്ളു. ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ താടിയൊക്കെ നരച്ച് മുടിയെല്ലാം നരച്ച് തീരാറായിരിക്കാൻ. ഇനി നമ്മൾ ആഖിറത്തിന് വേണ്ടി പിടിച്ചോളി. അവിടെ കാലാകാലം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയിപ്പോ കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് വല്ലതും കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ അമൽ ചെയ്യാം.
അതിന്റെ യാത്രയുടെ വേഗതയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. സമയമില്ല, അതൊക്കെ വേറെ ചരിത്രമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വശയാത്തീന, അദ്ദേഹത്തിന് സർവ്വ ജിന്ന് സമൂഹത്തെയും പിശാചുക്കളെയും അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തിരുന്നു. ആർക്ക്? സുലൈമാൻ നബിക്ക്. വിളിച്ചാ വെളിപ്പുറത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. കെട്ടിടപ്പണിക്കാർ, ജിന്നുകൾ പണിത പള്ളി എന്ന് പറഞ്ഞ ഇവിടെ കീഴക്കരയില് അല്ലേ, കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ജിന്നുകൾ പണിത പള്ളി, ജിന്നുകളുടെ പള്ളി. അവര് പണിത പള്ളി സെക്കൻഡിനുള്ളിൽ വലിയ പാറകളും വലിയ സംഭവങ്ങളുമാണ്. കടലിന്റെ അടിയിൽ പോയി പവിഴങ്ങൾ എടുത്തുകൊണ്ട് വരും, മുത്ത് എടുത്തുകൊണ്ട് വരും. സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുമ്പോൾ സുലൈമാൻ നബിയുടെ കൊട്ടാരം ആയിരിക്കായിരുന്നു പണിതതെന്നാണ്. കടലിന്റെ അടിയിൽ പോയി നല്ല മുത്തും പവിഴും എടുത്തുകൊണ്ട് വരും. ആര് വരും? അങ്ങടിയിൽ ഏറ്റവും അടിയിൽ പോയി എടുത്തുകൊണ്ട് വരും. നല്ല മുങ്ങൽ വിദഗ്ധരായ ആളുകൾ, അങ്ങനത്തെ ജിന്നുകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുത്തൻ അർജന്റീന പോയപ്പം മുങ്ങി, നമ്മുടെ വീടിന്റെ അടുത്ത പൊങ്ങിയത്. അവൻ പൊങ്ങിയപ്പോഴത്തേക്ക് അർജന്റീന ജയിക്കുകയും ചെയ്തു അടുത്ത കളിയിൽ. അറിഞ്ഞായിരുന്നു നിങ്ങൾ? അതില്ലേ ദിനു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അതില്ലേ? അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ അവൻ മുങ്ങി, അടുത്ത കളി ജയിച്ചപ്പോഴത്തേക്ക് അവൻ മുങ്ങി. നമ്മുടെ വീടിന്റെ അടുത്ത് ഇല്ലിക്കൽ. അത് തന്നെ. അള്ളാഹു ആത്മഹത്യകളെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായിരുന്നാലും അത്രത്തിൽ വലിയ കഴിവുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അദ്ദേഹത്തിന്റെ യാത്ര, പ്രഭാതത്തിലുള്ള യാത്ര നിൽക്കുന്ന ദൂരം മാസത്തെ വഴി ദൂരമാണ്. പ്രദോഷത്തിലുള്ളതാക്കുന്ന യാത്ര അഥവാ വൈകുന്നേരത്തെ യാത്ര 1 മാസം അഥവാ 2 മാസം ഒരു വ്യക്തി സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് രാവിലെ വൈകുന്നേരം കൊണ്ട് അദ്ദേഹം എത്തുക. രാവിലെ യാത്ര ചെയ്തിട്ട് വൈകുന്നേരം എത്തുമ്പോൾ 2 മാസം നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ എത്തുന്ന എത്ര ദൂരമുണ്ടോ, അല്ലെങ്കിൽ കുതിരയിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമുണ്ടോ, അത്ര ദൂരത്തിലെത്തും. അദ്ദേഹത്തിന്റെ യാത്രയുടെ ദൈർഘ്യത കാറ്റുകൊണ്ടുള്ള അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തിരുന്നു. ഖുർആനാണ്. ഉദുഹുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ. അങ്ങനത്തെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഈ കഴിവൊക്കെ പടച്ച റബ്ബ് നീയല്ലേ നൽകിയത്, അതുകൊണ്ട് എനിക്ക് ഈ ജിന്നുകൾ ആൾക്കാരൊക്കെ ഉണ്ട്, പണിയാൻ പറ്റിയ കൗമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ നമ്മളിവിടെ നേർച്ച നടത്തുന്നു, നമ്മൾ തലേന്ന് രാത്രി മുതൽ എന്ത് ചെയ്യും, അതിനുള്ള പരിപാടി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം നോക്കി. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആള് കൂടുതലനുസരിച്ച് നമ്മൾ വർക്ക് അതിന് മുമ്പേ തുടങ്ങും. ഒരു ദിവസത്തെ മുഴുവൻ ചോദിച്ചു. റബ്ബ് അവസാനം നിർബന്ധം ചെലുത്തിയപ്പോ ഒരു നേരത്തെ കൊടുത്തു. എല്ലാവർക്കും കൊടുക്കണം, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും കൊടുക്കണം. രാജാവാണ്, ലോകമടക്കി ഭരിച്ച രാജാവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ഏറ്റു. അവസാന സമയമായി, സന്ദർഭമായി, മാസങ്ങൾ കൊണ്ട് പണിപ്പെട്ടുകൊണ്ട് ജിന്നുകൾ വർക്ക് ചെയ്യാൻ, ജിന്നുകൾ വർക്ക് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ മനുഷ്യന്മാരും ഉണ്ട്. എല്ലാവരും രാപകലില്ലാതെ അധ്വാനിക്കാൻ, ഭയങ്കര ചെമ്പിലിട്ടുകൊണ്ട് വേവിക്കലും ബഹളവും തുടങ്ങി ഭക്ഷണം പാചകം ചെയ്യാൻ. സമയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, റെഡിയായോ? ഭക്ഷണമൊക്കെ റെഡിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് കടലിൽ നിന്നൊരു മത്സ്യത്തെ, വലിയൊരു തിമിംഗലമായിരിക്കാം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, അങ്ങോട്ട് കരയിലേക്ക് കയറ്റിയിട്ട് വാ തുറന്നു വെച്ചു. ഭക്ഷണം കൊടുത്തോളാം. മുഴുവൻ ഭക്ഷണവും 6-7 മാസം കൊണ്ടുണ്ടാക്കിയ മുഴുവൻ ഭക്ഷണവും അതിന്റെ വായിലേക്ക് ഇട്ടിട്ടും വാടക്കുന്നില്ല. അതങ്ങനെ വാ തുറന്നിരിക്കുക, അതിന് തികയുന്നില്ല. ചിന്തിച്ചു നോക്ക, നമ്മൾ ചിന്തിക്കണം, ഈ സാധനങ്ങൾക്കൊക്കെ ആരാഹാരം കൊടുക്കുന്ന റബ്ബാൻ. പിന്നെയാണോ നിന്റെ മോന്റെ കാര്യത്തിൽ നീ വിഷമിക്കുന്നത്? ഉസ്താദേ പട്ടിണി, ഒരു പട്ടിണിയും പേടിക്കണ്ട. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, വലൂദുൻ, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അതിനൊരു മനസ്സിനെ വേണം. ഞാൻ അതൊരു തൊഴിലായി എടുക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനുവേണ്ടി ഇതാകണ്ട. അത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്, സ്വർഗത്തിൽ പോകാൻ നിദാനമാണ് പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളെ വിശദീകരിക്കുകയാണ്. സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗം വദൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളാണ്. വദൂദ്, അല്ലാഹുവിനോട് പ്രിയം വെക്കുന്ന ഇഷ്ടം വെക്കുന്നതായ സ്ത്രീകളാ, ഭർത്താവിനോട് ഇഷ്ടം വെക്കുന്നതായ പെണ്ണാണ്. അല്ലാഹുവിനോടും ഇഷ്ടം, സ്വന്തം ഭർത്താവിനോടും ഇഷ്ടം. ഖാനിയത്തുൻ ബില്ലസീരി മഅ സൗജിഹാ, സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത് കൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണാണ്. ആണ് വിഷയം. സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത് കൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണ്. ഓരോരുത്തർക്കും ഉണ്ടോ? ചിന്തിക്കാൻ ഉണ്ടെങ്കിൽ വിജയിച്ചു. ആ സ്ത്രീ സ്വർഗത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ഇക്ക 500 രൂപയാണ് തരുന്നത്, ഇല്ലെങ്കിൽ മാസം 10,000 രൂപയാണ് തരുന്നത്, ഇതെനിക്ക് തികയുന്നില്ല, എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന പെണ്ണാണോ നീ? സ്വർഗത്തിലെത്തൂല. അടിച്ചു പൊളിക്കാം. ഒരു ഡ്രസ് എടുത്തു, നീ ഒരു ചുരിദാർ ഇട്ടോ, മിടിയന്റെ പോയിന്നാ, ഇല്ലെങ്കിൽ നിനക്കൊരു പർദ്ദ ഇന്ന ഈ കല്യാണത്തിന് പോകാൻ, അടുത്ത ഫംഗ്ഷൻ അത് വൈകുന്നേരത്തേക്ക് എനിക്ക് വേറെ വേണം, അങ്ങനെയൊന്നും വാശി പിടിക്കല്ലേ. അടുത്ത ആഴ്ച വേറെ കല്യാണമുണ്ട്, എനിക്ക് വേറെ പർദ്ദ വേണം, നിർബന്ധം തന്നെ. നിർബന്ധം ചെലുത്തരുത്. സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിൽ അല്പസ്വല്പമൊക്കെ കറക്റ്റ് ചെയ്യും, ഇല്ലാത്തവനാണെങ്കിൽ ആ ഉള്ളതനുസരിച്ച് ജീവിച്ചു പോകും. വെറുതെ നമ്മൾ ആർഭാദം കാണിക്കരുത്. റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉള്ളതാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വെച്ച് കറക്റ്റ് ചെയ്തോളൂ. അത് തന്നെ ഓവറാകണ്ട, ഇസ്രാഫിലേക്ക് പോകണ്ട, മിതമായി അങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊള്ളു. അവൻ ചെയ്യുന്നത് കണ്ട് അവനെ കണ്ട് ഇവനെ കണ്ട് അതിലേക്ക് പോകണ്ട. തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം സ്ത്രീകൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇംറഅത്തുൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു, ഇംറഅത്തുൻ ദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണാണ്, ലജ്ജയുള്ള പെണ്ണാണ്. ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു, സ്വന്തം ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ, ഭർത്താവില്ലാത്ത സന്ദർഭത്തിൽ തന്റെ ശരീരത്തിന്റെ നഗ്നതകളെ കാത്തു സംരക്ഷിക്കുന്നവളാണ്, സ്വന്തം നഗ്നതകളെ കാത്തു സംരക്ഷിക്കുന്നവളാണ്. തീർന്നില്ല. വമാലഹു, സ്വന്തം ഭർത്താവിന്റെ സമ്പത്തിന് സംരക്ഷണം കൊടുക്കുന്ന പെണ്ണാണ്. സ്വർഗീയ സ്ത്രീകളിൽ പെട്ട വനിതയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വന്തം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, പ്രവാസ രോഗത്തേക്ക് പോകട്ടെ, നാട്ടിൽ തന്നെ പാടത്തേക്ക് പറമ്പത്തേക്ക് ഇറങ്ങട്ടെ, എവിടെ പോയിരുന്നാലും തന്റെ ശരീരത്തിന്റെ നഗ്നതകളെ പരപുരുഷന്മാരിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്ന സ്ത്രീ വിഭാഗമുണ്ടോ? സ്വർഗമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. നാലാമത്തെ വിഭാഗം സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കുന്ന നാലാമത്തെ കൂട്ടരാരെന്നറിയുമോ? സാബ, ഇംറഅത്തുൻ പെണ്ണാണ്. ആ പെണ്ണിനൊരു ഭർത്താവുണ്ട്, ആ ഭർത്താവ് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. വലഹ ഔലാദുൻ സഗീർ, ആ ഭർത്താവിലൂടെ തനിക്ക് പടച്ചിറപ്പ് ചെറിയ മക്കളെ നൽകിയിട്ടുണ്ട്. ഫഹബിസത് നഫ്സഹാ വലം തതസവ്വജ ഖശിയത അൻ യുളയ്യൂ, തന്റെ മക്കളെ പിഴച്ചു പോകുമോ? തനിക്ക് പടച്ചിറപ്പ് ആദ്യ വിഭാഗത്തിലൂടെ നൽകിയതാകുന്ന, ആദ്യ വിഭാഗത്തിലൂടെ പടച്ചിറപ്പ് തനിക്ക് നൽകിയതാകുന്ന മക്കള് ഞാനൊരു പുനർവിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൊച്ചുമക്കള് പിഴച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് പുനർവിവാഹത്തെ കുറിച്ച് ചിന്തിക്കാതെ തന്റെ മക്കളെ നല്ലൊരു കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് വരെ ഭർത്താവ് മരണപ്പെട്ടു പോയ പെണ്ണ് നിലകൊള്ളുന്നുണ്ടോ? അവളെ സ്വർഗീയ സ്ത്രീകളിൽ പെട്ടുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇംറഅത്തുൻ മാത സൗജുഹാ വലഹാ ഔലാദുൻ സഗീർ فحبست نفسها ولم تتزوج خشية أن يضيعوا, സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോയി, ആ ഭർത്താവിലൂടെ പടച്ചിറപ്പ് എനിക്ക് നൽകിയതാകുന്ന കൊച്ചുമക്കളുണ്ട്. ആ മക്കളെ വിട്ടേച്ച് ഞാനൊരു പുനർവിവാഹത്തിന് ചിന്തിച്ചാൽ എന്റെ മക്കള് പിഴച്ചു പോകുമോ? അവർ ഒളിച്ചോടി പോകുമോ? അവരെ ആരെങ്കിലും നശിപ്പിക്കുമോ? അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസമില്ലാതെ പോകുമോ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതത്തിന് വേണ്ടി പുനർവിവാഹം കഴിക്കാതെ നിലകൊള്ളുന്ന പെണ്ണുണ്ടോ? അവൾ സ്വർഗീയ സ്ത്രീകളിൽ പെട്ടുവെന്ന് ഹബീബായ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നിർബന്ധമായ മസലയൊന്നും പറഞ്ഞതല്ല. അങ്ങനെ ഒരു പെണ്ണ് ചെയ്തില്ല. ആ പെണ്ണ് ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചാൽ ഇദ്ദയിരിക്കും അല്ലേ? എത്ര നാളാണ്? 4 മാസം 10 ദിവസം. അതിനുശേഷമേ ഖിത്ബത്ത് കല്യാണ ആലോചന പോലും പറ്റുള്ളൂ. ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ വ്യക്തമാക്കിയ കാര്യം. നമുക്കിടയിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ പെങ്ങള് മരിച്ചു, ആങ്ങളപ്പം എന്താ ചെയ്യാ? പെങ്ങളല്ല, അളിയൻ മരിച്ചു, പെങ്ങളുണ്ട്, പെങ്ങള് വീട്ടിൽ എത്തിയിരിക്കും. അപ്പൊ ആങ്ങളെ അല്ലെങ്കിൽ വാപ്പായുമോ എല്ലാവരും അപ്പൊ തന്നെ തീരുമാനം എടുക്കും. ഓളെ ഇപ്പൊ ഇനി അപ്പൊ ആരാ കേട്ടോ? അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നോക്കാം. അല്ല അവനെ നോക്കാം, ശുക്കൂറാകുമ്പോ കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ ഘട്ടിന് റെഡിയായതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അപ്പൊ തന്നെ റെഡിയാക്കി വെക്കുക. ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞ ഉടനെ നിക്കാഹ് പാടില്ല. ഖിത്ബത്ത് കല്യാണ ആലോചന പോലും 4 മാസം 10 ദിവസത്തിന് ശേഷമേ പറ്റൂ. ഇതാണ് ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ചിന്തിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു മസല പറഞ്ഞത് അത് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല, ചിലയിടത്തൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഏതായിരുന്നാലും 4 മാസം 10 ദിവസത്തിന് ശേഷം പെണ്ണ് വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അവർ കുടുംബക്കാരെ കൂടി പറഞ്ഞു പെണ്ണ് വേറെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിക്കുന്ന ആ പുരുഷനും പറഞ്ഞു നമുക്ക് ഈ കുട്ടികളെ നോക്കാൻ കുഴപ്പമില്ല, അവരോട്. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ഇത് നടക്കുന്നത്. വിഷയമില്ല, നടന്നോട്ടെ, വിഷയമില്ല. ഞാൻ അങ്ങനെയല്ല, വേറെ വിവാഹം കഴിച്ചാൽ ഈ മക്കൾ ഇതായി പോകും. അതുകൊണ്ട് പെൺകുട്ടിക്ക് ഇപ്പൊ ഏകദേശം വയസ്സ് 13ആയി. ഇനി ഒരു 2-3 കൊല്ലം ഞാനിങ്ങനെ നിന്ന് റാഹത്ത് അവരെ നോക്കി നിന്നാല് അവർക്ക് വേറെ വിവാഹം, പെണ്ണിന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് എനിക്ക് വേറൊന്നും കേട്ടാ എന്നാലും കുഴപ്പമില്ല എന്ന രീതിക്ക് ഒരു പെണ്ണ് ഒരു 5 കൊല്ലത്തേക്ക് വിലങ്ങി നിന്നു, ക്ഷമിച്ചു നിന്നു, വികാര വിചാരങ്ങൾ അടക്കി നിന്നെങ്കിൽ അവൾക്ക് സ്വർഗ്ഗം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. എങ്ങനെയല്ല, ചില നാട്ടിൻപുറത്തൊക്കെ നടക്കും. എന്ത് ഭർത്താവ് മരണപ്പെട്ടു പോയി, കാമുകന്മാരുമായി ബന്ധമുണ്ട്, അവരുമായിട്ടുള്ള ഫോൺ കണക്ഷനും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി മക്കളെ നോക്കണം, എനിക്ക് മക്കളുടെ കാര്യം വിട്ടിട്ട് വേറെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഉടായിപ്പെടുത്തി കൂടുന്ന പെണ്ണുങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. അത് നിയ്യത്ത് തെറ്റി. എങ്ങനെയുണ്ട്? എന്ത് കാമുകന്മാരുമായിട്ട് ഫോമിലി റാഹത്തൊന്നും നടക്കത്തില്ല. വേറെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പിടിക്കപ്പെടും. ഇതിപ്പോ ഇങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തൊടുവും പിടിക്കുകയൊക്കെ ചെയ്യുക. റാഹത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകും. വേറെ കെട്ടിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും എന്നുള്ള നിലയ്ക്ക് നിന്നാൽ അത് നീ മക്കളെ നോക്കാന്നുള്ള നീയത്തല്ല നിന്റെ മനസ്സിലുള്ള. പുറമേ നീ കാണിക്കുന്ന നീയത്താണ്. ഉള്ളു റബ്ബിനറിയാം നീ മോശപ്പെട്ടവളാവും. അതല്ല, നീയത്ത് നല്ലതാണോ? രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ 4 വിഭാഗം സ്ത്രീകളെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ സ്ത്രീകളുടെ ഗണത്തിൽ എണ്ണിയിട്ടുള്ളത്. അതിൽ രണ്ടാമതായി പറഞ്ഞത് എന്താ? ഇംറഅത്തുൻ വലൂദുൻ വദൂദുൻ ഖാനിഅത്തുൻ ബില്ലസീരി മഅ സൗദിഹാ. സ്വന്തം ഭർത്താവുമായി ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതം. ഉള്ളത് അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയതി സമാനുൻ അലാ ഉമ്മത്തി, ഒരു കാലഘട്ടം എന്ന സമൂഹത്തിലേക്ക് കടന്നു വരും സഹാബ. ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ജനങ്ങൾ യദ്ഖുലൂന ജഹന്നമ ബിഅബവൈ, മാതാപിതാക്കൾ കാരണമായി മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ. പുറക്കാടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, പഴയങ്ങാടിയിലുള്ള ചെറുപ്പക്കാര് പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട അധ്യാപനമാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കണം. ഒന്ന് ചിന്തിക്കണേ, പ്രവാചകന്റെ അധ്യാപനം. യദ്ഖുലൂന ജഹന്നമ ബിഅവബൈ, മാതാപിതാക്കൾ കാരണമായി മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ. സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, കൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അതിന് സാധിക്കുക നബിയേ? എങ്ങനെയാണ് അതിന് സാധിക്കുക നബിയേ? അങ്ങനെ ഉണ്ടാകുമോ നബിയേ? മാതാപിതാക്കൾ കാരണമായി മക്കള് നരകത്തിലേക്ക് എറിയപ്പെടുമോ നബിയേ? എറിയപ്പെടുമോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കൾ മക്കളോട് ഹറാമ് സമ്പാദിക്കുന്നതിന്റെ മേൽ നിർബന്ധം ചെലുത്തുമേ. അതിലൂടെ അവർ ഹറാമ് സമ്പാദിക്കുമേ, അത് കാരണമായി നരകത്തിലേക്ക് എറിയപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 3 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് വരുന്ന മനുഷ്യനോട് ഉമ്മയും ഉപ്പയും പറയുകയാണ്, പൊന്നുമോനെ, 3 കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 5 കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 10 കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയിലേക്ക് നീ ഒന്ന് നോക്ക്. അവനിതാ 1 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയി തിരിച്ചു വന്നിട്ട്
മനോഹരമായ വീട് വെച്ചത് കണ്ടില്ലേ? കാർ വാങ്ങിയത് കണ്ടില്ലേ? മനോഹരമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റുന്നത് കണ്ടില്ലേ? നാട്ടിൽ അങ്ങാടിയിൽ അമ്പലപ്പുഴ ടൗണിൽ 2 മുറി കടവൻ സ്വന്തമാക്കിയത് കണ്ടില്ലേ എന്ന് 10 വർഷം പ്രവാസ ലോകത്ത് പോയിട്ടുകൊണ്ട് ഹലാലായ സമ്പാദ്യം ലഭിച്ചതാകുന്ന പാവപ്പെട്ട സഹോദരനോട് മാതാപിതാക്കൾ പറയുമ്പോ ആ സഹോദരന്റെ മനസ്സിലൊരു ഭിങ്കലാണ്, പ്രയാസം വരുകയാണ്. അടുത്ത വിസവൻ നോക്കുന്നത് ഏതെങ്കിലും ഹറാമായ വിസയാണ്, ഏതെങ്കിലും വേശ്യാവൃത്തികളെ കൊണ്ടുപോയി കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുന്നിൽ എനിക്ക് വീട് വെച്ച് കാണിക്കണം, എനിക്ക് അവരുടെ മുന്നിൽ വാഹനം എടുത്ത് കാണിക്കണം, എന്റെ വാപ്പയുടെ മുന്നിൽ എനിക്ക് ഞെളിഞ്ഞു നിൽക്കണം, എന്റെ ഉമ്മയുടെ മുന്നിൽ എനിക്ക് കരിമ കാണിക്കണം, ജനങ്ങളുടെ മുന്നിൽ പവർ കാണിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഹറാമായ പണം സമ്പാദിക്കാൻ വേണ്ടി അന്യനെ കൊല നടത്തിയിട്ടാണെങ്കിലും പണം കിട്ടണമെന്നുള്ള ചിന്തയിൽ പ്രവാസ ലോകത്തേക്ക് പോകുന്ന എത്രയെത്ര സഹോദരങ്ങളുണ്ട്. നാട്ടിൽ തന്നെ ജീവിച്ചു തള്ളുന്ന എത്രയോ പാപങ്ങളുണ്ട്. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടി പറഞ്ഞത് ഈ കാലഘട്ടത്തിലേക്കല്ലയോ? എത്രയോ രക്ഷിതാക്കളുണ്ട്. പഴയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോയതാണ് എങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. സ്വന്തം മക്കളോട് നിർബന്ധം ചെലുത്തിയിട്ട് മക്കളെ, നിങ്ങളെക്കാൾ കൂടുതൽ അയൽവാസികൾ സമ്പാദിക്കുന്നുണ്ട്, അവർ വീട് വെച്ചിട്ടുണ്ട്, അവർ കാർ വാങ്ങിച്ചിട്ടുണ്ട്, അവരിതാ നല്ല സംസ്കാരത്തോടുകൂടി ജീവിക്കുന്നു, അവർ നാട്ടിൽ അറിയപ്പെട്ടതാകുന്ന ആളുകളാണ്, ഒരുപാട് സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് അവർ വാങ്ങിച്ചു കൂട്ടി 5 കൊല്ലമേ ഗൾഫിൽ പോയിട്ടുള്ളൂ എന്ന് അയൽവാസികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വന്തം മക്കളോട് നിർബന്ധം ചെലുത്തുന്നതിന്റെ പേരിൽ ആ മക്കൾ അയൽവാസികളെയല്ല, കുടുംബാദികളെയല്ല, നാട്ടിലുള്ള ഏതെങ്കിലും ആളുകളെ പോയി കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൊണ്ടുവന്ന് തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൈവെള്ളയിൽ വെച്ച് കൊടുക്കുമ്പോ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷം വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിലൂടെ മക്കൾ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതല്ലേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്? എത്ര ഭാര്യമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. ഭാര്യ പറയും, പൊന്നു കാക്ക, നിങ്ങൾ എത്ര കൊല്ലായി? 10 കൊല്ലമല്ലോ പോയിട്ട്, ഇതുവരെ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ, ഇത് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഒരു കാർ എടുത്തിട്ട് നമുക്കൊന്ന് കറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടുണ്ടോ? ലുലുമാൾ ഇതുവരെ കാണിച്ച, ഇപ്പൊ തിരുവനന്തപുരത്ത് വേറെ വരുന്നില്ല, അതെങ്കിലും ഒന്ന് കാണിക്കണേ, കാർ എടുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നിർബന്ധം ചെലുത്തുക. അപ്പൊ ഭർത്താവിന് അതൊക്കെ വിങ്ങലെ. പാവപ്പെട്ടവൻ ഹലാലാണ് ഈ കൊണ്ടുവരുന്നത്, പക്ഷെ ഭാര്യയുടെ നിർബന്ധം വെച്ചിട്ട് ആ ജോലി ഒന്ന് മാറ്റി പിടിച്ചേക്കെ, ഇനിയിപ്പോ വേറെ വല്ല വിഷയം നോക്കാം. കാരണം അവള് പറയാ, വീട് വരെ കെട്ടിയില്ലേ, വീട് കെട്ട്, വീട് കെട്ട്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? പഴയ കാലഘട്ടത്തിൽ 50 കൊല്ലം പണിയെടുക്കുമ്പോഴാണ് വീട് കെട്ടുക ഗൾഫുകാർ, അല്ലേ? ഇന്നിപ്പോ 2 കൊല്ലം കൊണ്ട് എടുക്കുന്നുണ്ട് വീട്. ഹലാലാണോ ഹറാമാണോ ചിന്തിക്കിൻ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കൻ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അറബി എത്തിങ്ങാനിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കൊണ്ടുവരുന്നത്. മലയാളത്തിൽ പറയും, ആചാര്യ പുറത്തേക്ക്, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. നല്ല ജോലിയും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ പറയുന്നത്, അല്ലാത്ത ആളുകളില്ലേ, അടിച്ചു മാറ്റുന്നവരില്ലേ, അത് അവിടെ പോയാലും ഇവിടെ നിന്ന് ചെയ്താലും ഹറാം. ആരുടെ നിർബന്ധം? ഭാര്യയുടെ നിർബന്ധം, മാതാപിതാക്കളുടെ നിർബന്ധം. അവർക്ക് വിഷയമില്ല, കാശ് കിട്ടിയാൽ മതി, നല്ല റാഹത്ത് AC കുളിരുകൊണ്ടാ മതി, എവിടുന്നായാലും കുഴപ്പമില്ല. മക്കൾ എവിടുന്ന് അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല, നല്ല റാഹത്തായിട്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വറ്റയും മീനും ഐക്കുറയൊക്കെ കൊണ്ടുവന്നാൽ മതി. മക്കൾക്ക് പിടിച്ച് ഉമ്മ കൊടുക്കും, റാഹ. എന്റെ പൊന്നുമോനെ നീ പോവല്ലേ, നീ പായസം വെച്ചേരാതെ അല്ലെ? പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്ന മക്കളോട് വാപ്പാക്കും ഉമ്മാക്കും ഒരു സിമ്പന്തി. പൈസ ഇല്ലാത്ത മോനോട് നീ എപ്പോഴാണ് പോകുന്നത്, തിരിച്ചു ജോലിയൊന്നും ഇനി പോക്കോ, ഇവിടെ നിൽക്കണ്ട. ഗൾഫിൽ നിന്ന് വരുന്നവരോട് വാപ്പായുമ്മ ആദ്യം ചോദിക്കുക, എന്താ മോനെ സുഗന്ധനല്ലേ? അതെ സുഗന്ധനാണ്. ഇനി എപ്പോഴാ മോന്റെ ലീവ് തീരുന്നേ? വേഗം പൊയ്ക്കോ എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് അടുത്ത ചോദ്യം ഉണ്ടോ? അവര് ചോദ്യം ചോദിച്ചിരിക്കും. കാരണം എന്താ? വേഗം പൊയ്ക്കോ. ഭാര്യയും പറയും, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ കുറച്ച് ലീവ് കുറച്ചുകൂടെ, ഞാനൊരു 4 മാസം കൂടെ ഒന്ന് കുറച്ചുകൂടെ നീട്ടെടുക്കാൻ, അവിടെ ഒരു വയലത്ത് കഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കണ്ട, എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ നീട്ടി നിൽക്കണ്ടെന്ന് പൊയ്ക്കോ. നമുക്ക് വീടിന്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം. പോട്ടിക്ക വേഗം തന്നെ ആദ്യത്തെ പ്രാവശ്യം ശമ്പളം അയക്കണേ, കുറച്ച് കൂട്ടി അയക്കണം, കണ്ട ചെലവ് കൂടുതലാണ്, നിങ്ങൾ കുറച്ചയച്ചാൽ മതി എന്ന് പറയുന്ന ഭാര്യ എന്നവരുണ്ടായിട്ടുണ്ടോ? ചിന്തിക്ക്. നിങ്ങളിപ്പോ 20 അയക്കുന്നത്, അടുത്ത പ്രാവശ്യം പോയിട്ട് 10 മുതൽ അയച്ചാൽ മതി, വെറുതെ ഉള്ളതെല്ലാം കൂടെ അയക്കണ്ട, കുറച്ച് സേവ് ചെയ്ത് ബാങ്കിലിട്ടോ എന്ന് പറയുമോ? ഇല്ല. അവിടെ കല്യാണം, ഇവിടെ കല്യാണം, അവിടെ പരിപാടി, ഇവിടെ പരിപാടി. പൈസ നിങ്ങൾ തരുന്നത് പോരാ, നിങ്ങൾ കുറ്റക്കാരി. എപ്പോഴും എപ്പോഴും പ്രവാസ ലോകത്തുള്ളവർക്ക് കുറ്റം, നാട്ടിലുള്ളവരെ കുറിച്ച് തന്നെയാണ് അവസ്ഥ.
അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കൾ കാരണമായി മക്കൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു കാലഘട്ടം അനധിവിദൂര ഭാവിയിലില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഉടനെ തന്നെ സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചില്ല. ഈ കാലഘട്ടത്തിലേക്ക് ചേർന്ന് നോക്കിയിട്ടതല്ലേ പ്രവാചകൻ പറഞ്ഞത്. എവിടെ നിന്നായാലും പ്രശ്നമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലുൽ ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിസ്ഫിയാ. പണക്കാരായ ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമാണ്. പാവപ്പെട്ട ജനകോടികളുടെ മുഴുവനുടെയും വിചാരണ കഴിഞ്ഞവൾ സ്വർഗത്തിലേക്ക് കടന്നിട്ട് 500 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പണക്കാർക്ക് അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? പാവപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ, പുറക്കാട് ദേശത്തുള്ളവരുടെ കണക്ക് മാത്രം എടുക്കരുത്, ആലപ്പുഴ ജില്ലയിൽ എടുക്കരുത്, കേരളം എടുക്കരുത്, ഇന്ത്യ എടുക്കരുത്, ലോകത്തുള്ള മൊത്തത്തിലുള്ള പണക്കാരായ ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ എടുക്കരുത്, വരാനിരിക്കുന്നതും കഴിഞ്ഞു കടന്നതുമായ കോടിക്കണക്കിന് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിചാരണ മുഴുവൻ നടത്തി അവരെ സ്വർഗത്തിൽ കയറ്റും, അവരെ കയറ്റും. ആ സമയത്തൊക്കെ പണക്കാരായ ആളുകൾ എവിടെ? മഹ്ശറ നിൽക്കുക. മഹ്ശറ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഇങ്ങനെ തലക്ക് മീതെ നിൽക്കുക. ഇതിപ്പോ ഞാനിപ്പോ ഈ രാത്രിയിൽ വാന്ന് പറഞ്ഞിട്ട് ഈ വിയർക്കുന്നത്. രാത്രി ഒരു വെയിലും ഇല്ല, ഒരു ചൂടും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും നമ്മളിങ്ങനെ വരുന്നത്. അപ്പം അവിടെ എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കുക. തലയ്ക്ക് മീതെ സൂര്യൻ ഇങ്ങനെ നിൽക്കുക. ചിന്തിച്ചു നോക്കുക. നമുക്കിപ്പോ ഇത്ര മഴ കിട്ടിയിട്ട് പകലിച്ചിരി വെയിലുണ്ട്, നമ്മൾ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാന്ന് പറയുന്നത്. എവിടെ സൂര്യൻ നിൽക്കുന്നത്? 16,15,15,000 കിലോമീറ്റർ അപ്പുറമാണ് നിൽക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മീതെ വരുമ്പോൾ അവസ്ഥ എന്താ? ചിന്തിക്ക്. നരകം കത്തിച്ചൊലിക്കുന്ന നരകം, 3000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച നരകം വന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക. എന്താണ് അവസ്ഥ? എന്താ ചൂട്? എന്താ അവസ്ഥ? ഈ പാവപ്പെട്ട ജനകോടികൾ മുഴുവനും സ്വർഗത്തിൽ കടന്ന് 500 കൊല്ലം കൂടി വിചാരണ നേരിട്ടിട്ടേ പണക്കാരായ വ്യക്തികൾക്ക് പിന്നീട് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. അത് തന്നെ വിചാരണ രക്ഷപ്പെട്ടെങ്കിൽ, പൈസ കൊണ്ട് എങ്ങനെയാണ് ചെലവഴിച്ചത്, അതിങ്ങനെയാണ് ഹലാലായ രീതിക്കാണെന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാൻ. ഈ കാലെ പിടിച്ചു മറ്റേ വിചാരണ ഓക്കെ ആണെങ്കിൽ മാത്രം 500 കൊല്ലത്തിന് ശേഷമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ പണക്കാർക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസാണ്. ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ അറിയണ്ടേ നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയുക. നമ്മൾ ഇതിന്റെ പുറകെ പോടണ്ട, തേടണ്ട. ഉള്ളത് നമുക്ക് തരുന്നത്, റബ്ബ് തരുന്നത് അൽഹംദുലില്ലാഹ് ശുക്ർ ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ച് റബ്ബിനെ മറക്കാതെ അമൽ ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ച് ചക്രവർത്തിയ എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും കൊണ്ട് സർവ്വരും അടിമപ്പണിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആസ്വദിക്കുന്നതിനോടൊപ്പം ആരെ മറന്നില്ല? റബ്ബിനെ മറന്നില്ല. അവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ആസ്വാദനങ്ങളൊക്കെ ആസ്വദിക്കണ്ടോ എന്ന് പറയല്ലേ പറയുന്നത്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, വാഹനം ഉണ്ടായിക്കോട്ടെ, വീട് നല്ലതുപോലെ ഉണ്ടായിക്കോട്ടെ, നല്ല ഭാര്യ ഉണ്ടായിക്കോട്ടെ, മക്കളുണ്ടായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ റബ്ബിനെ മറക്കരുത്. സ്കരിക്കാൻ ബാങ്ക് വിളിച്ച കൃത്യമായി ഇമാമും ജമാഅത്ത് സ്കരിക്കുന്ന റമദാൻ കഴിഞ്ഞ് ഹല്ലി നമ്മളങ്ങോട്ട് പോകണ്ട. ആ ചിന്ത വിടും. നമസ്കാരം ചിട്ടവെക്കിൽ, നോമ്പുകളുടെ സുന്നത്ത് നോമ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിക്കും. മാസത്തിലൊരു 3 നോമ്പ് നമ്മൾ പിടിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിട്ടയായ ജീവിതം നയിക്കും. ശരീരത്തിന്റെ നഗ്നതകളെ സംരക്ഷിക്കുന്നു. സഹോദരിമാരെ ശ്രദ്ധിക്കുന്നു. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കരുത്. ഈ വാട്സാപ്പ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നു. ഒന്ന് കൂച്ചുവിലങ്ങിടുന്നു എന്ന് പറഞ്ഞാൽ സഹോദരിമാര് തന്നെ, ഭർത്താക്കന്മാർ ഒരുപക്ഷെ നിങ്ങളുമായി ചാറ്റിംഗ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് ചെയ്തു തന്നിട്ടുണ്ടാകും. അത് മോശപ്പെട്ട രീതിയിലേക്ക് നിങ്ങളത് കൊണ്ടുപോകരുതേ, അപകടമാണ്. നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കും. ഗുരുതരമായ പ്രശ്നമാണ് നെറ്റ് ഉപയോഗത്തിലൂടെ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഹൈറായ കാര്യങ്ങൾ കേൾക്കും, വാല് കേൾക്കും. യൂട്യൂബിലൂടെ അടിച്ച് എത്ര പ്രഭാഷണങ്ങൾ കേൾക്കാം. വാല് കേൾക്കും, ഉപയോഗപ്പെടുത്തി.
2GB ഒക്കെ എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തണ്ടേ? വാത് കേൾക്കാൻ പകല് സമയം ഉണ്ടെങ്കിൽ വാത് കേട്ടോളൂ. ഖുർആൻ കുറച്ച് കേൾക്കാൻ, ദിക്ർ ഒഴിവുള്ള സമയത്ത് ചെല്ലി ഖുർആൻ ഓതിൻ, മക്കളുമായി നല്ല രീതിയിൽ സംസാരിക്കാൻ, അനാവശ്യ വാക്കുകൾ നാക്കിൽ നിന്നില്ലാതിരിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നിയ്യത്തുൽ അല്ലാഹു സാധൂകരിക്കട്ടെ. ഈ കൂട്ടായ്മ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മി ചേർത്ത് ലാ ഹൗല ചൊല്ലണം. ഏറ്റവും വലിയ ലേഹ്യമാണ് സാമ്പത്തിക ഭദ്രതയ്ക്ക്. നമുക്കുള്ളത് നിലനിൽക്കുകയും ചെയ്യും. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരൂല. എല്ലാ ദിവസവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 101 പ്രാവശ്യം ചൊല്ലണം. ണ്ടോ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചു, ഇത് വെറുതെ ഒരു വാക്ക് ചുമ്മാ സാധാരണ വാദനിങ്ങനെ പറഞ്ഞു വരും. അതല്ല ഇത്. ലാ ഹൗല കൻസും മിൻ കുറൂസിൽ ജന്ന ശഫീഉന റസൂലുള്ളാഹി. സ്വർഗീയ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല. 101 വെച്ച് നിങ്ങൾ ഒരു 40 ദിവസം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും. വലിയ സംഭവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ ചെല്ലേണ്ടത്? എല്ലാവരും ചൊല്ലിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ബിസ്മിലേക്ക് ഒരു കണക്ഷൻ വരാനാണ് വാവ്, അത്ഫിന്റെ വാവ് കൊടുത്തിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ലാ ഹൗല എന്ന ലേഹ്യം എല്ലാ ദിവസവും മുറുകെ പിടിച്ചോളൂ. ജീവിതം സ്റ്റൈലായിരിക്കും. നമുക്കൊരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടാൻ ഒരു 100 രൂപ കാടാന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. ഇത് ഡെയിലി 100 ചെല്ലുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾ ഇന്ന് മുതൽ ചെല്ലി നോക്കി. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 100 വട്ടം ചെല്ലുന്നവരാണ് ഈമാനുള്ളവർ. ഇന്നിപ്പോ വാത് കഴിഞ്ഞ് നാളെ മുതൽ തുടങ്ങാന്നുള്ള ചിന്തയാണ് ഇപ്പൊ തന്നെ മനസ്സിലുണ്ടെങ്കിൽ പോയി. ഇന്നത്തെ എന്തായാലും ഉസ്താദ് കിടക്കുന്നതിന് മുമ്പ് 100. നമ്മുടെ മനസ്സിൽ ഇപ്പൊ തന്നെ എന്താ, പിന്നെ നാളെ മുതൽ തുടങ്ങാം. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ. ഇന്നത്തെ ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഔട്ടാണ്. നമ്മുടെ മനസ്സിൽ ഈമാനില്ല. ഇന്ന് രാത്രി തന്നെ ചെന്നിട്ട് ഒരു 100 പ്രാവശ്യം അത് ചെല്ലിട്ട് വേണം കിടക്കാൻ. നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് തസ്ബീഹ് പിടിച്ച് കൈ വിരൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണി വീടെത്തുമ്പോ 20. അത്രേ ഉള്ളൂ. 100 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ഏറ്റവും നല്ല പരിപാടി സുബൈ നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഖത്തിന്റെ പിറകെ, അഥവാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേക്കാതെ അവിടെ ഇരുന്ന് 100 വട്ടം ചെല്ലിയിട്ട് എഴുന്നേക്കാം. കാരണം നമ്മൾ പിന്നെ ആകട്ടെ എന്ന് കരുതിയാൽ പിന്നെ നടക്കത്തില്ല. കാരണം അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ചെയ്താൽ വിളിയിക്കല്ലേ, വാടാ ഇങ്ങ് വാടാന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടോ അവിടെ ഇരുന്ന് ചെയ്തേക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. എന്ന ദിക്ർ വളരെ ബെനിഫിറ്റാണ്. എല്ലാ ദിവസവും നിത്യമാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അടുത്ത് വരും. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ എല്ലാവരും വരും.